നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഒരു പുതിയ മോഡലായ Y73 എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂ ആണ്. നമുക്ക് ഈ ഒരു ഫോൺ കിട്ടിയിട്ട് ശരിക്കും ഒരു ഓൾമോസ്റ്റ് 2 ആഴ്ചത്തോളം സമയമായി. അപ്പോൾ നമ്മളിതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കളർ ഓൾറെഡി കുറേ പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്, കുറേ പേര് റിവ്യൂ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇനിയൊരു ബ്ലാക്ക് കളർ നമ്മൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു കളർ, അതായത് ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു കളറാണിത്. ഈ ഒരു കളർ, അതായത് ഈ വളരെ കളർഫുള്ളായിട്ടുള്ള ഭയങ്കര അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ഒരു കളറാണിത്. കണ്ടോ, ബെസ്റ്റ് ഒരു കളറാണ്. അപ്പോൾ ആ ഒരു കളറിൻ്റെ അൺബോക്സിങ് പലരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അൺബോക്സിങ് ചെയ്യാനായിട്ട് വൈകിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഫോണുകളും, അതായത് ഈ ഒരു ബ്ലാക്ക് കളറും അതുപോലെ ഈ ഒരു ബ്ലൂ കളറും, ഈ 2 കളറുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 കളറിൻ്റെയും റിവ്യൂവും അത് അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ കളറായതുകൊണ്ട് ഡിസൈൻ വൈസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ നമ്മൾ പലരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പല വീഡിയോകളിലും കാണാത്ത ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു കളറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഫോണുകൾ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഞാൻ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Vivo Y73 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയാലും ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ വാങ്ങിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു ഫോണിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ പരമാവധി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാതും എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ ഡിസ്കൗണ്ട് റേറ്റിനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അധികം വൈകാതെ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊട്ട് മുൻപ് ഇറങ്ങിയ Y51 Y31 ആ ഫോണിനകത്തൊക്കെ കണ്ട സെയിം ഒരു ബോക്സ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത്തരത്തിൽ 8GB RAM 128GB സ്റ്റോറേജ് എന്നിവിടെ അതിൻ്റെ റാമും സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നെയിം Y73 എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ IPLൻ്റെ സ്പോൺസറാണ്, അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കാം. 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 7.38 മില്ലിമീറ്ററിൻ്റെ അൾട്രാ സ്ലിം AG ഗ്ലാസ് ഉള്ളൊരു ബോഡിയാണ് ഈ ഫോണിനകത്ത് വരുന്നത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 64 മെഗാപിക്സലിൻ്റെ ഒരു നൈറ്റ് ക്യാമറ ആണ് ഈ ഫോണിനകത്ത് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് 8GB RAM പ്ലസ് 3GB എക്സ്റ്റൻഡഡ് RAM, അങ്ങനെ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലോഗോയും മേക്ക് ഇൻ ഇന്ത്യയിലൊക്കെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ ഇതിൻ്റെ IMEI നമ്പർ, കാര്യങ്ങൾ, ഫെയർ വാല്യൂ, പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നു, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു ഫോൺ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിവോയുടെ ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ബോക്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബോക്സിനകത്തായിരിക്കും ഇതിൻ്റെ മറ്റേ ബാക്ക് കേസും അതുപോലെ വാറണ്ടി പേപ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ സാധാരണ കാണുന്ന രീതിയിലുള്ള നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ക്യാമറയുടെ ഭാഗത്തൊക്കെ സ്ക്രാച്ച് വീഴാതിരിക്കാനായിട്ട് ആ ഭാഗത്തൊക്കെ കുറച്ച് നല്ലൊരു ക്വാളിറ്റി കൊടുക്കുന്ന ഒരു ബാക്ക് കേസാണ്. നല്ലൊരു ക്ലിയറാണ്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് നമുക്ക് ഒരുവിധം എല്ലാ വിവോയുടെ ഫോണുകളുടെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു വാറണ്ടി പേപ്പേഴ്സ് അതുപോലെ യൂസർ മാനുവൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഫോണിൻ്റെ ബ്ലാക്ക് കളർ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിലേക്ക് വരാം. അതിന് മുൻപ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ മറ്റെന്തൊക്കെ ആക്സസറീസ് കിട്ടുന്നുണ്ട് ആ കാര്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു 33 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് 2.0 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ബോക്സിൽ കൊടുത്ത പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എത്ര ആംപെയറാണ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാർജറിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചാർജർ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ചാർജറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടൈപ്പ് സിയുടെ ഡാറ്റ കേബിൾ, അതായത് ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ മറ്റ് പല ഫോണുകളുടെ കൂടെയും കണ്ടിട്ടില്ലാത്ത ഹെഡ്സെറ്റ് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്കറിയാം വിവോയുടെ Y31, Y51 അതുപോലെ ഈ ഒരു ഫോൺ അത് തൊട്ട് മുകളിലേക്കുള്ള ഒരു എല്ലാ ഫോണിൻ്റെ കൂടെയും വിവോ ഹെഡ്സെറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകളും ബാക്ക് കേസ് പോലും കൊടുക്കുന്നില്ല, ചാർജർ പോലും കൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് വിവോ ഈ ഒരു ഫോണിലൂടെ നമുക്ക് ഹെഡ്സെറ്റ് കൂടി തരുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 ആക്സറീസാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബാക്ക് കേസ്, ചാർജിങ് അഡാപ്റ്റർ, ചാർജിങ് കേബിൾ, പിന്നെ ഒരു ഹെഡ്സെറ്റ്. അപ്പോൾ നമുക്ക് എന്നാൽ ബോക്സിൻ്റെ അകത്ത് നിന്ന് ഈ ഫോൺ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനാണ് ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു മാരക ലുക്കുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ഓൾറെഡി കുറേ യൂട്യൂബേഴ്സ് അൺബോക്സിങ് റിവ്യൂ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കളർ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒരു ഭയങ്കര ലുക്കുള്ള ഒരു കളറാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മറ്റേ വിവോ V21 എന്ന ഫോണുമായിട്ട് ഏകദേശം സാദൃശ്യമുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും ബാക്ക് സൈഡിലെ ഡിസൈൻ അതെങ്ങനെയാണ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ഈ ഫോൺ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് വരുമ്പോൾ അഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അത് വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഗ്ലാസ് ഡിസൈനാണ് വരുന്നത്. അതൊരു AG മാറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും പതിയില്ല എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അത് പല ആംഗിളുകളിൽ തിരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാക്ക് ഡിസൈനാണ് ഈ ഫോണകത്ത് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡിസൈനാണ്. ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ വേണം എന്നുള്ളവർക്ക് ബ്ലാക്ക് കളർ കൂടി ചൂസ് ചെയ്യാം. ബ്ലാക്കും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന ഡിസൈൻ തന്നെയാണ് ബ്ലാക്കിനകത്തും കൊടുത്തുള്ളത്. പിന്നെ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോയിസിലൊക്കെ എന്തെങ്കിലും നോയ്സ് കയറി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അതായത് ഡിസൈനൊക്കെ 100ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ ഡിസൈനാണ് ഈ ഒരു ഫോണിൻ്റെ. ബ്ലൂ കളറും അതുപോലെ ബ്ലാക്ക് കളറും പറയാനുള്ളത്. AG മാറ്റ് ഗ്ലാസ്സാണ്, പ്ലാസ്റ്റിക് ബോർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ പൗച്ചൊക്കെ ഇടുമ്പോൾ വരുന്ന ചെറിയ ഫംഗസോ കുത്തുകളൊന്നും ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കില്ല. ഫിംഗർ പ്രിൻറ്റുകളോ അഴുക്കുകളൊന്നും പറ്റി പിടിച്ചിരിക്കില്ല എന്ന പ്രത്യേകതയാണ്. ഇതിൻ്റെ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. നമ്മൾ വിവോ V21 അതുപോലെ V20 ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാമറ ഡിസൈനാണ്. ഡ്യുവൽ ടോൺ സ്റ്റെപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. മുകളിൽ 3 ക്യാമറകൾ, ഒന്ന് മെയിൻ വലിയ ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറകളും, പിന്നെ താഴെ LED ഫ്ലാഷ് ലൈറ്റും കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് പുറത്തേക്കൊന്നും മുന്നിൽ നിൽക്കാത്ത രീതിയിൽ വളരെ മനോഹരമായി തന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നമുക്ക് 100ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം വിവോയുടെ ഒരുവിധം എല്ലാ ഫോണുകളും ഡിസൈൻ വൈസ് വളരെ മനോഹരമായ ഡിസൈൻ, ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന ഡിസൈനാണ് കൊടുക്കാറുള്ളത്. ഇനി ഈ ഒരു ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സൈഡ് ഭാഗത്ത് പറയാനുള്ള കാര്യങ്ങൾ. താഴെ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. Type C ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ താഴെ ഭാഗത്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓണാക്കി നോക്കാം. പിന്നെ പറയാനുള്ള കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരുപാട് എഫോർട്ട് എടുത്തിട്ടാണ്, ഒരുപാട് മണിക്കൂറുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വിവോ Y73 എന്ന ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.44 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ LED ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഡിസ്പ്ലേ വൈസ് നമുക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. അത്രയും നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണത്ത് വരുന്നത്. ഇതിൻ്റെ അരികുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, അത് തീരെ വളരെ ബെസലെസ് ആയിട്ടുള്ള ഒരു അരികുകളൊക്കെ ഉള്ള ഒരു ഫോണാണ് വരുന്നത്. താഴെ കുറച്ച് ഭാഗം കൊടുക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു നോച്ച് ഡിസ്പ്ലേ ആയിട്ടാണ്, അതായത് ഹാലോ ഫുൾ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. 16 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ പലരും നെഗറ്റീവ് റിവ്യൂ പോലെ പറയുന്നത് കേട്ടു, ഇതിൻ്റെ നോച്ച് ഡിസ്പ്ലേ വളരെ ഒരു അപാകത പോലെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, വളരെ വലിയൊരു നോച്ചൊന്നുമല്ല, വളരെ ചെറിയൊരു നോച്ചാണ് ഈ ഫോണകത്ത് വരുന്നത്. പിന്നെ നമ്മൾ തൊട്ട് മുൻപത്തെ വിവോ V21 ഫോണിനകത്തൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇത്തരത്തിൽ ഒരു ഹാലോ ഫുൾ ഡിസ്പ്ലേ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊടുക്കുന്നതിന് കാരണം ഇത് കുറച്ചുകൂടി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നൊരു മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോകളും ഫോട്ടോകളും വളരെ സ്ട്രെയിറ്റ് ആയിട്ടും സ്റ്റഡി ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ ക്യാമറ പൊസിഷൻ ആ ഭാഗത്ത് തന്നെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിവോയുടെ ഒരുവിധം എല്ലാ ഫോണുകളും ഇത്തരത്തിൽ ഒരു നോച്ച് ഡിസ്പ്ലേ ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെനു നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും. അതായത് ഫണ്ട് ചോയ്സ് വളരെയേറെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇത് ഫണ്ട് ചോയ്സ് 11.1 പ്രവർത്തിക്കുന്ന മൊബൈലാണ്. അതായത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വളരെ മാറ്റങ്ങൾ കൊണ്ടുള്ളൊരു OS ആണ് ഫണ്ട് ചോയ്സിൻ്റെ
11 എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ട് അധികം ആപ്പുകളൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല. എന്നാലും MX ടാഗ് അതുപോലെ മോജ്, നെറ്റ്ഫ്ലിക്സ് പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിൻ്റെ വേറെ ഇഷ്യൂകളൊന്നും വരില്ല. പിന്നെ അതിൻ്റെ ഐക്കണുകളൊക്കെ വളരെ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ LED ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വൈസ് നമുക്ക് വേറെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫൺ ടച്ച് OS 11.1 ഈ ഫോൺ പ്രവർത്തിക്കുന്നത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ മോഡൽ നെയിം, അതായത് Vivo Y73 എന്ന മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. താഴെ ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ടുള്ള 8GB RAM പ്ലസ് 3GB ഒരു എക്സ്റ്റൻഡഡ് റാമും ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. അതായത് മൊത്തം 11GB റാമുള്ളൊരു മൊബൈലാണ് Vivo Y73 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് കളിക്കുമ്പോൾ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഈ ഫോൺ വർക്ക് ചെയ്യും. പിന്നെ അടുത്ത് പറഞ്ഞ കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇതൊരു MediaTek Helio G95 എന്നൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ് ഈ ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റിയൽമിയുടെ ഒക്കെ ഫോണിനകത്ത് നമ്മൾ ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 4GB റാമും 6GB റാമുള്ള ഫോണുകളാണ് നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫോണത് 8GB റാമും പ്ലസ് 3GB റാം, അതായത് മൊത്തം 11GB റാമിനകത്ത് ഈ ഒരു MediaTek Helio G95 എന്നൊരു പ്രോസസ്സറും കൂടി വരുമ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് വേറെ സംശയമില്ല. അപ്പോൾ നല്ലൊരു ഗെയിമിങ്ങിന് കൂടി പറ്റിയൊരു മൊബൈലാണ് Vivo Y73 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. 4000 mAh ബാറ്ററിയുടെ കൂടെ ഒരു 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് കൂടി വരുന്നുണ്ട്. അതായത് വെറും 30 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് 62% ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അതായത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം പ്ലസ് 3GB എക്സ്റ്റൻഡഡ് റാമും അതുപോലെ 128GB സ്റ്റോറേജാണ് ഈ ഫോണിനകത്ത് വരുന്നത്. മെമ്മറി കാർഡ് സ്ലോട്ട്, ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. 4000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജും ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 64 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ തൊട്ട് അടുത്തതായിട്ട് തന്നെ ഈ ഫോണിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് MediaTek Helio G95 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8GB റാം ഫോണത് ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിനി ഈ ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ളൊരു വീഡിയോ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് പിന്നാലെ ഇടുന്നതായിരിക്കും. കാരണം സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടതാണ്. കാരണം 64 MP ക്യാമറയും അപ്പോൾ നല്ല രീതിയിലൊരു ക്യാമറ പെർഫോമൻസ് വരുന്നൊരു ഫോണാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ചെറിയൊരു വീഡിയോയ്ക്കകത്ത് ഒതുക്കാൻ പറ്റാത്തൊരു ക്യാമറ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഇതിനകത്ത് എടുത്ത മെയിൻ റിയർ ക്യാമറയിൽ എടുത്ത ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത് രാത്രിയിലാണ്, കുറച്ച് ഇരുട്ടുള്ള സമയത്താണ്. അപ്പോൾ മെയിനായിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ കാരണം ഇതിൻ്റെ ഒരു ക്യാമറ ഫീച്ചർ റിവ്യൂ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് 64 മെഗാപിക്സൽ നൈറ്റ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു നൈറ്റ് മോഡിലൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നൈറ്റ് സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ രാത്രി ആയാലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പിന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നൈറ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെളിച്ചത്തിന് വരെ ഹൈലൈറ്റ് ചെയ്തിട്ട് വളരെ മികച്ച ഔട്ട്പുട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. പിന്നെ പോർട്രേറ്റ് മോഡിനകത്ത് ഒരുപാട് ഫിൽറ്ററുകളും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, ബ്യൂട്ടി മോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ക്യാമറ ഫീച്ചേഴ്സ് വീഡിയോയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ മോഡിൽ തന്നെ ഒരുപാട് ഫീച്ചർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് വ്ളോഗിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയൊരു ഫോണായിരിക്കും Y73 എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറേ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റഡി വീഡിയോ ആണ്. അതായത് ഈ ഒരു മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതെല്ലാതും വളരെ സ്റ്റെബിളായിട്ട് അതൊരു വളരെ സ്ട്രെയിറ്റ് ആയിട്ടും സ്റ്റെബിളായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന ഡ്യുവൽ വീഡിയോ മോഡാണ്. നമ്മൾ V20, V21 ഫോൺ, V20 Pro ഫോണിനകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡ്യുവൽ വീഡിയോ മോഡാണ് ഈ ഫോണിനകത്ത് വരുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക് ഒരേ സമയത്ത് ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് രണ്ട് ടൈപ്പിൽ പിക്ചർ ഇൻ പിക്ചറായിട്ടും അതുപോലെ മെയിൻ ഇതുപോലെ ഡ്യുവൽ സ്ക്രീനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറയ്ക്കകത്ത് ഡ്യുവൽ വീഡിയോ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മോർ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ 64 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. ഒരു ഫുൾ HD ഫോട്ടോ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. പിന്നെ പനോരമ മോഡ് വരുന്നുണ്ട്, ലൈവ് ഫോട്ടോ മോഡ് വരുന്നുണ്ട്, സ്ലോ മോഷൻ മോഡ് വരുന്നുണ്ട്, ടൈം ലാപ്സ് മോഡ് വരുന്നുണ്ട്, പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്, എയർ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് മോഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയേറെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഫീച്ചേഴ്സിനെ കുറിച്ച് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ തൊട്ടടുത്തായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിയവരൊക്കെ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 3 ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലെൻസ് ചേഞ്ച് ചെയ്യുന്ന ഭാഗങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൊക്കെ മോഡും അതുപോലെ സൂപ്പർ മാക്രോ മോഡും ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് എടുത്ത ഒരു ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നൈറ്റ് സമയത്താണ്, രാത്രി സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീടിനകത്ത് കാണുന്ന ഒരു ബൾബിൻ്റെ പ്രകാശത്തിലാണ് ഈ ഒരു ഫോട്ടോ നമ്മളെടുത്തത്. എന്നിട്ടും എത്രത്തോളം ക്വാളിറ്റി ഈ ഒരു ഫോട്ടോയ്ക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എത്ര സൂം ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഫേസിലെ മുഖത്തിലെ ഓരോ ഭാഗങ്ങളും വളരെ മികച്ച രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ വിവോയുടെ ഫോണുകളൊന്നും ഒട്ടും പിന്നിലല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ നൈറ്റ് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ എന്നിട്ടും സൂപ്പർ നൈറ്റ് മോഡ് പോലും അല്ല, എന്നിട്ടും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സെൽഫീനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പർച്ചർ വാല്യൂ 2.0 ആണ് വരുന്നത്. 16 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിലുള്ള സെൽഫി ക്യാമറകൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫി ക്യാമറയ്ക്കകത്തും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സ്റ്റഡി വീഡിയോ, അതുപോലെ ഡ്യുവൽ വീഡിയോ, അതുപോലെ നൈറ്റ് ഫോട്ടോ, നൈറ്റ് വീഡിയോ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത ക്യാമറ വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ ഓവറോൾ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയൊരു മൊബൈലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത്, അത് ഓവർ പ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയൊരു മൊബൈലാണ് Vivo Y73 എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം, എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെട്ടവർക്കും യൂസ്ഫുള്ളായ ഫോണാണ്. അതായത് ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫോണാണ്, അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫോണാണ്, അത് ഡേ ടു ഡേ സാധാരണ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് വേണ്ടി പറ്റിയ ഫോണാണ്. അതുപോലെ വളരെ വലിയൊരു മൊബൈലൊന്നുമല്ല, കയ്യിൽ ഒതുങ്ങുന്നൊരു മൊബൈലാണ്. 6.44 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഒരുപാട് ബൾക്കിയുള്ള ഫോണല്ല, നല്ല ഭംഗിയുള്ള ഫോണാണ്, നല്ല ട്രെൻഡി ഡിസൈനുള്ള ഫോണാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓവറോൾ ഒരു 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ മൊബൈലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന Y73 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റേതെങ്കിലും സംശയങ്ങളോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഫോണുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ലോട്ട്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയേണ്ടതാണ്. അതുപോലെ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് ചോദിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ എല്ലാ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നോയ്സ് എന്തെങ്കിലും കയറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ക്യാമറ വീഡിയോയും ഗെയിമിംഗ് വീഡിയോയും തൊട്ടടുത്ത് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്.